സിനിമ നല്ല റെസ്പോൺസാണ്, എല്ലാവരും നല്ല റെസ്പോൺസാണ്. വരുന്ന കോളുകളും നല്ലതാണ്. പിന്നെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലും മേലെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പലവട്ടം കണ്ടതാണ്, പക്ഷെ എങ്കിലും എല്ലാവരും ഒപ്പം ഇരുന്ന് കാണുമ്പോഴേ അത് ഭയങ്കര എന്താ പറയുക, നമുക്ക് പറയാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവസാനം വരെ. ആൾക്കാരുടെ റെസ്പോൺസും അതെ, പിന്നെ ഇടയ്ക്ക് വരുന്ന കോളുകളും അതെ, ഭയങ്കര സന്തോഷം തോന്നുന്നു. ലാലേട്ടൻ രാവിലെ വിളിച്ചിട്ടുണ്ട്. ലാലേട്ടൻ ഇന്ന് രാത്രി സിനിമ കാണും. ലാലേട്ടൻ വിളിച്ചു, ആന്റണി അവർ വിളിച്ചു, അവരൊക്കെ വിളിച്ചിരുന്നു രാവിലെ. അവരൊക്കെ പൂനെയിലാണ്, പക്ഷെ അവരൊക്കെ ഇന്ന് വൈകുന്നേരം സിനിമ കാണും. അയ്യോ, അത് അതെ അതെ, ഒരുപാട് വർഷത്തെ യാത്രയാണ്. അത് എന്താ പറയുക, കുറേ നല്ല മനുഷ്യർ, കുറേ നല്ല സുഹൃത്തുക്കൾ, അവരെപ്പോഴുള്ള യാത്രയും കൂടെ ആയിരുന്നു. ഈ ഷൺമുഖൻ കാറിൽ യാത്ര ചെയ്യുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സബ്ജക്റ്റിനോട് അവർക്ക് ഷൺമുഖന് കാറിനോടുള്ള പോലത്തെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടം വരെ എത്തി. നല്ല എന്താ ഭയങ്കര സന്തോഷം. ചില സമയത്ത് നമുക്ക് വാക്കുകളൊക്കെ വഴിമുട്ടുമല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയത്. അതെ അതെ. അയ്യോ, ലാലേട്ടനെ കുറിച്ച് ഇപ്പൊ ഈ സമയത്ത് പറഞ്ഞാൽ അതിനേക്കാൾ മേലെയാണ്. അതെ അതെ, ലാലേട്ടൻ തന്നെയാണ് ഈ സിനിമ ഇത്രയും കാലം, അതായത് ഈ കഥയായിട്ട് ഞാൻ ഇത്രയും ട്രാവൽ ചെയ്യാനുള്ള എനർജി ഫസ്റ്റ് ലാലേട്ടൻ കേട്ടപ്പോൾ തുടങ്ങിയുള്ളതാണ്. അദ്ദേഹത്തിന് ഈ കഥ ഇഷ്ടപ്പെട്ടതുകൊണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കും ഇത് ഇനിയും എത്ര വേണേലും കൊണ്ടുപോകാമെന്നുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴായാലും, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലായാലും, അദ്ദേഹം മറ്റു സുഹൃത്തുക്കളോട് ഈ കഥനെ കുറിച്ച് പറയുമ്പോഴായാലും, പിന്നെ ഈ ഷൂട്ട് സമയത്ത് ഞങ്ങളോട് എല്ലാവരോടുള്ള അപ്രോച്ചായാലും അദ്ദേഹം ഇങ്ങനെയായിരുന്നു. അതെന്തോ ഈ കഥയോടുള്ള ഇഷ്ടമാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. തരുൺമൂർത്തിയാണ് ഈ സിനിമ എങ്ങനെ ആക്കിയത്. അവനെക്കുറിച്ച് എന്താ പറയുക, അവൻ വന്നതിന് ശേഷമാണ് ഈ സിനിമയ്ക്ക് ഈ വലുപ്പം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ സിനിമ മാറിയത്. എന്താ പറയുക, ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ ഒരു 2 വർഷം മറക്കാൻ പറ്റാത്തതാണ്. അതെനിക്കും പല രീതിയിൽ എക്സ്പീരിയൻസ് ആണ്. അവൻ നല്ല റൈറ്ററും കൂടിയിട്ടാണല്ലോ. ഇല്ല എന്താ വെച്ചാൽ ശോഭന മേമിനെ കാസ്റ്റ് ചെയ്ത സമയത്ത് തുടങ്ങി, അല്ലെങ്കിൽ അവർ ഇതിൽ സിനിമയിൽ ഉണ്ടെന്ന് അറിഞ്ഞ സമയം തുടങ്ങി പ്രേക്ഷകർ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ കോംബോ ഒരുപാട് ആളുകൾ ഉള്ളിൽ അപാരമായി ആഴത്തിൽ കിടക്കുന്നതാണ്. അത് ഞങ്ങൾ പിന്നീടാണ് മനസ്സിലായത്. ഈ സിനിമയ്ക്ക് വേണ്ടി ആളുകൾ, ഫാമിലി പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ അവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അവരുടെ ആകാംക്ഷ അതൊക്കെ ഈ ശോഭന മാം ലാലേട്ടൻ കോംബോനെ കുറിച്ചായിരുന്നു. അത് ഹാപ്പിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ലാലേട്ടൻ ഇത്തരത്തിലൊരു കഥാപാത്രം ചെയ്ത് കുറച്ച് നാളായി, അത് ചെയ്തു എന്നുള്ളൂ, കുറച്ച് നാൾക്ക് ശേഷം. അല്ലാണ്ട് ലാലേട്ടൻ ഇത് പുതിയ ലാലേട്ടനല്ലേ. തുടരണം. അല്ല, അങ്ങനെ ആയിരിക്കണം ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു. ഓക്കെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെയൊന്നുമില്ല. ലാലേട്ടന്റെ ശൈലികളൊന്നും മടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളികൾ കണ്ടില്ല, ലാലേട്ടൻ എന്ത് ചെയ്യുമ്പോഴും ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ഞങ്ങൾ ചെയ്തു കുറേ നാൾക്ക് ശേഷം, അതെല്ലാവരും ഇഷ്ടപ്പെട്ടു. അതെ ലാലേട്ടനോട് അതെ തീർച്ചയായിട്ടും അവരൊക്കെ തന്നെയാണ്. ശോഭന മാമിലേക്ക് വൈകിട്ടാണ് എത്തിയത്, പക്ഷെ ലാലേട്ടൻ ഉണ്ടായിരുന്നു. അതെ. ഓക്കെ, താങ്ക് യു.